ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ കാലത്തിലെ 4-ാം ഞായർ. പരമ്പരാഗതമായി ഈ ഞായറാഴ്ചയെ പറയുന്നത് നല്ല ഇടയൻ ഞായർ എന്നാണ്, ഗുഡ് ഷെപ്പേർഡ് സൺഡേ. കാരണം എ വർഷത്തിലായാലും ബി വർഷത്തിലായാലും ഈ സി വർഷത്തിലായാലും നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിലാണ് ഈശോ തന്നെ നല്ല ഇടയനായിട്ട് അവതരിപ്പിക്കുന്നത്. ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്ന നല്ല ഇടയൻ, ആടുകളെ നന്നായി അറിയുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന നല്ല ഇടയനായി ഈശോ തന്നെ അവിടെ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ഈ ഗുഡ് ഷെപ്പേർഡ് സൺഡേ നമുക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. കാരണം നമുക്ക് പുതിയ പാപ്പായെ ലഭിച്ചിട്ട്, ലിയോ 14-ാമൻ പാപ്പയെ ലഭിച്ചിട്ട് ആദ്യത്തെ ഞായറാഴ്ചയാണിന്ന്. ഇന്ന് നമുക്ക് പാപ്പായെ ഓർത്ത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ആൾക്കാരുമായിട്ട് ഒത്തിരി തരം ആൾക്കാരുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. പല ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തിയാണ്. അമേരിക്കയിൽ ജനിച്ച് പെറുവിൽ വളർന്ന് അവിടെ പ്രവർത്തിച്ച് അവിടെ മെത്രാനായി, അതിനുശേഷം 2023 ഫ്രാൻസിസ് പാപ്പയാൽ കർദിനാളായി ഉയർത്തപ്പെട്ട് ഇപ്പോഴോ തിരുസഭയുടെ അധിപനായി അദ്ദേഹം നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഈ പാപ്പയെ ഓർത്ത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാം. ഫ്രാൻസിസ് പാപ്പയുടെ കാലടികളെ പിന്തുടരുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ ഒരു മിതവാദിയാണ്. നീതിക്കും സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന പാപ്പയാണ്. എല്ലാവരോടും ഒരു സമഭാവന കാണിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കുന്ന ഒരു പാപ്പയാണ് ലിയോ 14-ാമൻ പാപ്പ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഈ സുദിനത്തിൽ നമുക്ക് നമ്മുടെ പാപ്പയെ ഓർത്ത് പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയാം. അതേപോലെ തന്നെ നമുക്ക് നല്ല ഇടയനെ നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനിക്കാം. നമ്മുടെ നല്ല ഇടയനായി കർത്താവ് നമുക്ക് നിശ്ചയിച്ചു നൽകിയ ഈ ഇടയനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ, ബൈബിൾ എടുത്തു പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഈ ഇടയനെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കാവുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ ഒരു കാര്യം, ആടുകൾക്ക് വേണ്ടി ജീവിക്കുകയും ജീവൻ അർപ്പിക്കാൻ പോലും തയ്യാറാകുകയും ചെയ്യുന്ന ഇടയൻ. അതാണ് നല്ല ഇടയൻ. ആടുകളെ തൻ്റെ ജീവനേക്കാളും ശ്രേഷ്ഠമായി കരുതുന്ന ഇടയൻ. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ, തൻ്റെ കഴിവുകൾ, തൻ്റെ സമയം എല്ലാം അർപ്പിക്കുന്ന ഇടയൻ. സ്വന്തമെന്ന് കരുതി സ്നേഹിച്ച് കരുതലോടെ ശുശ്രൂഷിച്ച് മുറിവുകൾ വച്ചുകെട്ടി ആശ്വാസം പകർന്ന് സംരക്ഷിച്ചു പരിപാലിക്കുന്ന നല്ല ഇടയൻ. ഏതെങ്കിലും ആട് നഷ്ടപ്പെട്ടാൽ അതിനെ തേടി അലഞ്ഞ് കണ്ടുകിട്ടുമ്പോൾ തോളിലേറ്റി സന്തോഷത്തോടെ മടങ്ങി വരുന്ന നല്ല ഇടയൻ ഈശോയാണ്. ആ നല്ല ഇടയൻ പ്രിയപ്പെട്ടവരെ, ആ ഈശോയുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന ആളാണ് നമ്മുടെ മാർപ്പാപ്പ. പത്രോസ് അപ്പോസ്തലൻ തുടങ്ങി നമുക്കറിയാമല്ലോ, പത്രോസ് അപ്പോസ്തലനെ കർത്താവ് പാപ്പയായി വാഴിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ. അപ്പം അതുവരെ നമ്മുടെ എല്ലാ ഇടയന്മാരും, മാർപ്പാപ്പമാർ മാത്രമല്ല, മെത്രാന്മാരും കർദിനാളന്മാരും വൈദികരും ഒക്കെ ഒരു വിധത്തിൽ ഓരോ കുടുംബത്തിൻ്റെ അധിപന്മാരും ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ നല്ല ഇടയരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നല്ല ഇടയരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈശോ ആകുന്ന നല്ല ഇടയൻ്റെ ദിനം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഇടയൻ്റെ സ്വരം കേൾക്കുവാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. ആ ഇടയനെ അറിയുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ആ ഇടയൻ്റെ കൂടെ ആകാൻ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. ആ ഇടയൻ്റെ സംരക്ഷണയിലാകാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ എല്ലാ ശ്രദ്ധയും പ്രിയപ്പെട്ടവരെ ആ ഇടയനിലാകട്ടെ. ഇടയനെ അറിഞ്ഞ് അനുസരിച്ച് അനുഗമിച്ച് പ്രിയപ്പെട്ടവരെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഈശോ നല്ല ഇടയനായി മാറുന്നത്. അപ്പം ഇടയൻ എന്ന രീതിയിൽ
നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന നല്ല ഇടയൻ. ആ ഇടയനെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞ് അനുസരിച്ച് അനുഗമിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ആ ഇടയൻ്റെ നല്ല അജഗണമായി മാറുക. അതോടൊപ്പം തന്നെ ആ ഇടയനെ നമ്മുടെ ഇടയനായി നമ്മൾ അനുഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റുള്ളവർക്ക്, നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഇടയന്മാരാകാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. അവർക്ക് വേണ്ടി ജീവിക്കുവാൻ, അവർക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ, അവർക്ക് വേണ്ടി നമ്മുടെ സമയവും സൗകര്യവും കഴിവുകളും ഒക്കെ ചെലവഴിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കട്ടെ. നമ്മളെപ്പോഴും പ്രചോദിപ്പിക്കുന്നത്, നല്ല ഇടയനെ പ്രചോദിപ്പിക്കുന്നത് സ്നേഹമാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്താൽ നമുക്ക് പൂരിതരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. ഇന്ന് നമ്മൾ മദേഴ്സ് ഡേ കൊണ്ടാടുകയാണ്. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ഇന്ന് നമ്മൾ അമ്മമാരുടെ ദിനം കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ അമ്മമാരെ ഓർക്കുവാനും അവരോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കാനും അവരോടുള്ള നമ്മുടെ നന്ദി പ്രകടമാക്കാനും പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ദിവസമാണ് ഈ മദേഴ്സ് ഡേ, അമ്മമാരുടെ ദിനം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അമ്മയെ പ്രത്യേകമായിട്ടൊന്ന് ഓർക്കാം. ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ അവരെ സ്നേഹത്തോടെ നമുക്കൊന്ന് ഓർക്കാം. അവരെ ആദരിക്കുവാനും മരിച്ചുപോയവരെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ അമ്മമാരെ നമ്മൾ കരുതുന്നുണ്ടോ? അമ്മമാരിലെ സ്നേഹം രൂപത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഓരോ അമ്മയിലും പ്രിയപ്പെട്ടവരെ വസിക്കുന്നത് ആ കർത്താവിൻ്റെ സ്നേഹമാണ്. ഒരു പ്രതിഫലേച്ഛയും കൂടാതെ, ഒരു കണക്കൂട്ടലുമില്ലാതെ, ഒരു കണക്ക് പറച്ചിലുമില്ലാതെ അവർ തങ്ങളെ തന്നെ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് മുതൽ തൻ്റെ ഉള്ളിൽ 9 മാസത്തോളം വഹിച്ച് ജന്മമേകി വളർത്തി, അവരെ പാലൂട്ടി വളർത്തി സംരക്ഷിച്ച് അവരെ നല്ല മനുഷ്യരാക്കുക. ആ ആക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണല്ലോ അമ്മമാർ. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ അമ്മമാർക്കും മാതൃകയായി നിലകൊള്ളുന്നത് ഈശോയുടെ അമ്മയാണ്. ഈശോ തൻ്റെ തന്നെ അമ്മയെ നമുക്ക് അമ്മയായി നൽകി. കാരണം ഈ ലോകത്തിലെ അമ്മമാർക്ക് നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ ആയിരുന്നു നമ്മളെ സ്നേഹിക്കുവാനോ പരിചരിക്കുവാനോ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ അവർ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടാവാം. എന്നാൽ എന്ന് നമ്മളോട് കൂടെ ആയിരുന്ന് അമ്മയുടെ സ്നേഹം തന്ന് നമ്മളെ ഓരോരുത്തരെയും പ്രിയപ്പെട്ടവരെ വളർത്താൻ, സംരക്ഷിക്കാൻ, ആശ്വസിപ്പിക്കാൻ, അനുഗ്രഹിക്കാൻ, സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി ഈശോ തൻ്റെ തന്നെ അമ്മയെ നമുക്ക് അമ്മയായി നൽകി. ആ അമ്മയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഈശോയുടെ അമ്മയിൽ നമ്മുടെ അമ്മമാരെ ദർശിച്ചുകൊണ്ട് അവരിലെ വിശുദ്ധിയെക്കുറിച്ച്, അവരിലെ നന്മയെക്കുറിച്ച്, അവരുടെ സ്നേഹത്തെക്കുറിച്ച്, അവരുടെ ത്യാഗത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകമായിട്ട് ബോധപ്പെടാം. നമ്മൾ ഇന്നത്തെ ഈ വായനകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു രൂപത്തിൽ ആ ഇടയനടുത്ത ജീവിതം ജീവിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യരെയാണ് നമ്മൾ കാണുക. ഇവിടെ പത്രോസും ബർന്നബാസും ഒക്കെ, പൗലോസും ബർന്നബാസും പ്രിയപ്പെട്ടവരെ കർത്താവിനെ പ്രഘോഷിക്കുക. എതിർപ്പുകൾ വന്നു, അവരെ ഒരു രൂപത്തിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു. എങ്കിൽ പോലും അവർ കർത്താവിനെക്കുറിച്ച് പ്രസംഗത്തിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. കർത്താവ് തങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് അത് എന്ന ബോധത്തോടെയാണ്. എന്ത് എതിർപ്പ് വന്നാലും, ആരെല്ലാം എതിർത്താലും, തടസ്സപ്പെടുത്തിയാലും അതിനെയെല്ലാം അതിജീവിച്ച് അവർ മുന്നേറുന്ന കഥയാണ് ഒന്നാമത്തെ വായനയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ച് കേട്ടത്. ഇന്നത്തെ സങ്കീർത്തനം 100ാമത്തെ സങ്കീർത്തനമാണ്. അവിടെയും നമ്മൾ അവിടുത്തെ അജഗണമാണ് എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മളെ ബോധപ്പെടുത്തുക. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലോ നമ്മൾ വായിച്ച് കേൾക്കുന്നത് കുരുത്തോല കയ്യിലേന്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ജനം, ഈശോയുടെ തിരുരക്തത്തിൽ കഴുകി വെളുപ്പാക്കപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നിലകൊള്ളുന്ന, ദൈവത്തെ യഥാർത്ഥ ഇടയനായി ദർശിച്ച് അവിടുത്തെ അജഗണം പോലെ നിലകൊള്ളുന്ന ആ ജനത്തിൻ്റെ ചിത്രമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ആ 2ാമത്തെ വായനയിൽ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മാതൃദിനം കൊണ്ടാടുമ്പോൾ നമ്മുടെ അമ്മമാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അവരെ ദൈവകരങ്ങളിലേക്ക് അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
അവരോടുള്ള നമ്മുടെ സ്നേഹപ്രകടനം നമുക്ക് വെളിവാക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നല്ല ഇടയൻ്റെ ദിനം നമ്മൾ കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയന്മാരെ ഓരോരുത്തരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ വികാരിയച്ഛനെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയന്മാരായി നിലകൊണ്ട ഓരോരുത്തരെയും, നമ്മുടെ അധ്യാപകരുണ്ട്, നമ്മുടെ മാതാപിതാക്കന്മാരുണ്ട്, നമ്മുടെ നേതാക്കളുണ്ട്, അവരെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് ഈ വർഷം പ്രിയപ്പെട്ടവരെ, നമുക്ക് ലിയോ 14 പാപ്പായെ ഓർത്ത് ദൈവത്തെ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്താം. ഒരു വിധത്തിൽ അപ്രതീക്ഷിതമെന്ന് തോന്നാം എന്നുള്ള രീതിയിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവാണല്ലോ നമുക്ക് നല്ല പാപ്പയെ കണ്ടെത്തി തരുന്നത്. ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ നമ്മുടെ ലിയോ 14 പാപ്പ, പ്രിയപ്പെട്ടവരെ, ആ പാപ്പയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, നായകത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ ഇടയ ധർമ്മത്തിലൂടെ തിരുസഭ മുന്നേറട്ടെ. നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുന്ന, മനുഷ്യവർഗത്തെ മുഴുവനും ദൈവത്തിൻ്റെ കൂട്ടായ്മയായി ഒന്നു ചേർക്കുന്ന ഇടയനായി, അതേപോലെ ദൈവത്തിൻ്റെ കൃപയിൽ വളർത്തുന്ന പിതാവായി, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പകർന്നു കൊടുക്കുന്ന നല്ല ഗുരുവായി നമ്മുടെ പാപ്പ തൻ്റെ ദൗത്യം ഏറ്റവും മോഹനമായ രീതിയിൽ നിറവേറ്റട്ടെ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർദിനാൾ സംഘത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അദ്ദേഹത്തിലൂടെ വന്ന അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ, അത് വീണ്ടും നമ്മൾ എന്നും തുടരട്ടെ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം ഏവർക്കും പ്രത്യേകമായിട്ട് നേർന്നുകൊണ്ട് ഈ നല്ല ഇടയൻ ഞായറിൽ ഈശോ എന്നും നമുക്ക് നല്ല ഇടയനാകട്ടെ എന്നും, ആ ഈശോയെ അനുകരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും നല്ല ഇടയന്മാരാകാം എന്നും ആശംസിച്ചുകൊണ്ട്, അതേപോലെ ഈ മാതൃദിനത്തിൽ നമ്മുടെ അമ്മമാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവരോടുള്ള നമ്മുടെ സ്നേഹം, ആദരവ് പ്രകടമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഈ ബലിയിൽ ഏറ്റവും സജീവമായി പങ്കുചേരാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.